ഒരു ബോഡിയിലുള്ള നെറ്റ് ഫോഴ്സും അതോടൊപ്പം അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസും അറിഞ്ഞാൽ ആ ബോഡിയുടെ ഫ്യൂച്ചറിലുള്ള മോഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. എഴുതുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ഫോർ പ്രെഡിക്ഷൻ മോഷൻ ആഫ്റ്റർ സം ടൈം എന്തൊക്കെ അറിയണം? ഒന്ന്, നെറ്റ് ഫോഴ്സ് ഓൺ ദ ബോഡി. രണ്ടാമത്, ഇനീഷ്യൽ കണ്ടീഷൻ. ഓക്കെ, ഇത് രണ്ടും അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നെറ്റ് ഫോഴ്സ് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? T0, X0, V0 അറിഞ്ഞാൽ ഇത് എഫ് രണ്ട് തരത്തിലാണ് നമ്മൾ പറഞ്ഞു. എഫ് വിൽ ബി 2 types. ഒന്ന്, എഫ് ടൈമിൻ്റെ ഫങ്ഷൻ ആവാം, അല്ലെങ്കിൽ എഫ് പൊസിഷൻ്റെ ഫങ്ഷൻ ആവാം. ടൈമിൻ്റെ ഫങ്ഷൻ ആവുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. f(t)=mdv/dt. കോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ f(t)dt =mdv. ഇങ്ങനെ കിട്ടും. T0 to T, V0 to V. ഇവിടെ ഈ വേരിയബിൾ, ഈ ഇൻ്റഗ്രേഷൻ ഏതിന് ഓവറാണോ അതിൻ്റെ ലിമിറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്, V0 to V. ഓക്കെ, അത് ചെയ്താൽ എന്താ കിട്ടുക? ഇൻ്റഗ്രൽ f(t)dt T0 to T mv - v0. ഇത് വളരെ സിമ്പിളാണ്. ഇനി നെറ്റ് ഫോഴ്സ് പൊസിഷൻ്റെ ഫങ്ഷൻ ആണെങ്കിൽ നമുക്ക് f(x) mdv/dt എന്ന് എഴുതിയാൽ ഇവിടെ നേരെ ഡയറക്റ്റ് ഇതുപോലെ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ടൈമാണ്, ഇവിടെ x ആണ്. നമ്മൾ മറ്റൊരു ട്രിക്ക് ഇവിടെ ഉപയോഗിച്ചു. f(x) mv dv/dx. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dv/dt-നെ vdv/dx ആക്കി എഴുതാൻ പറ്റുമെന്നൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയി നമുക്ക് ഒരു ഫോർമുല കിട്ടും. എന്താണ്? ½mv². ഇൻ്റഗ്രൽ f(x) dx =12mv² - ½ ഇവിടെ x0 to x. ഈ ഇനീഷ്യൽ കണ്ടീഷൻ എന്തിനാണ്? ഇവിടെ കൊടുക്കാനാണ്. ഈ x0ൻ്റെ സ്ഥാനത്ത്, അതുപോലെ v0ൻ്റെ സ്ഥാനത്ത്. ഇവിടെ ആണെങ്കിൽ T0, v0. നമുക്കൊരു ഉദാഹരണം നോക്കാം. അങ്ങനെ രണ്ട് തരത്തിലാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് പൊസിഷൻ ഡിപ്പെൻഡൻ്റ് ആയ ഫോഴ്സുകൾ, ഇത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫോഴ്സ് പൊസിഷൻ്റെ ഫങ്ഷൻ ആവുന്നത് മാത്രമാണ്. കാരണം എന്താ? സാധാരണഗതിയിൽ നമുക്കറിയുന്ന ഫോഴ്സുകളൊക്കെ എന്താണ്? പൊസിഷൻ്റെ ഫങ്ഷനാണ്. ഉദാഹരണത്തിന് f(f(x) ആവുന്ന ഉദാഹരണങ്ങളാണെന്ത്? നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് Gmm/r². r പറഞ്ഞാൽ എന്താ? പൊസിഷൻ കോർഡിനേറ്റ് ആണ്. ഇനിയിപ്പോൾ കൂളോംബിക് ഫോഴ്സ് 1/4πε0 q1 q2/r². ഇവിടെ r ആണ് പൊസിഷൻ. ഇനി വേറെ സ്പ്രിംഗ് ഫോഴ്സ്, സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് എങ്ങനെ? F -kx. ഇതെന്താണ്? എക്സ് പറഞ്ഞാൽ പൊസിഷൻ കോർഡിനേറ്റാണ്. അപ്പോൾ നമ്മൾ ഇത് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. മാസ് thrown upward in a uniform
ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഒരു മാസ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ മുകളിലേക്ക് എറിഞ്ഞതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു കല്ലെടുത്ത് ഭൂമിയിൽ നിന്ന് നിലത്തുനിന്ന് മേലേക്ക് എറിയുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത്. അതായത് ഗ്രൗണ്ടിൽ നിന്ന് ഒരാൾ മുകളിലേക്ക് കല്ലെറിയാണ്. ഇയാളുടെ കയ്യിലൊരു കല്ലുണ്ട്, അയാൾ മുകളിലേക്ക് എറിഞ്ഞു. ഇനീഷ്യലി ഹൈറ്റ് നമ്മളിവിടെ സെഡ് ആക്സിസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താ, ഇവിടെ മോഷൻ ഈസ് വെർട്ടിക്കൽ ഓൺലി, ദെർഫോർ നമ്മൾ എക്സ് കോർഡിനേറ്റ് ഇവിടെ ചൂസ് ചെയ്യണില്ല. ജസ്റ്റ് Z0 ആണ് ഇനീഷ്യൽ കണ്ടീഷൻ. പിന്നെ T0 ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്. അതായത് മോഷൻ എറിയുന്നത് 0 സെക്കൻഡ്, ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. പിന്നെ ഇനീഷ്യൽ വെലോസിറ്റി V0. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. How does height does the mass rise? ഈ എറിഞ്ഞ കല്ല് എത്ര ഉയരം പൊങ്ങുമെന്നാണ് നമ്മളെ ചോദ്യം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിലുള്ള കണ്ടീഷൻ, നമ്മളെ ഗിവൺ കണ്ടീഷനാണിത്. അസ്യൂം കോൺസ്റ്റൻറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നെഗ്ലക്റ്റ് എയർ ഫ്രിക്ഷൻ. അപ്പോൾ ഇവിടെ എയർ ഫ്രിക്ഷൻ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാൻ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? അപ്പോൾ ഇയാൾ കല്ലെടുത്ത് എറിയാണ്, ഇത് ഗ്രൗണ്ടാണ്. ഞാൻ മനുഷ്യനെ കാണിക്കണില്ല. കല്ല് Z=Z0 എന്നാണ് പൊങ്ങുന്നത്. പിന്നെ ഇനീഷ്യൽ വെലോസിറ്റി V=V0 ആണ്. ഓക്കെ, കല്ല് ഇവിടുന്ന് എറിഞ്ഞു. കല്ലെറിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇങ്ങനെ കുറേ മുകളിൽ പോകും, പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരും. ഈ മുകളിലത്തെ പോയിന്റിൽ എന്താ വെലോസിറ്റി V=0 അല്ലേ? ആ എറിയുന്ന സമയത്ത് V0, പിന്നെ ഇങ്ങനെ കുറഞ്ഞൊരു മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ 0 ആവും. പിന്നെ മുകൾക്ക് പൊന്തൂല, പിന്നെ അടിക്ക് തന്നെ വരാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അറ്റ് എനി മൊമെൻറ്റ് നമുക്ക് അതിലുള്ള ഫോഴ്സ് എഴുതാൻ പറ്റും. നമുക്ക് എന്ത് എഴുതാം? ഫോഴ്സ്, ഈ സ്റ്റോണിലുള്ള നെറ്റ് ഫോഴ്സ് നമുക്ക് നിർബന്ധമായിട്ടും വേണം. നെറ്റ് ഫോഴ്സ് ഓൺ ദ സ്റ്റോൺ. ഇനീഷ്യൽ കണ്ടീഷൻ ഓൾറെഡി നമുക്കറിയാം. ഇതാണ് എന്ത് ഇനീഷ്യൽ കണ്ടീഷൻ. നെറ്റ് ഫോഴ്സ് എന്താ? നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കല്ല് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. ആ കല്ലിലുള്ള നെറ്റ് ഫോഴ്സ് എന്താ? mg. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അടിയിലേക്കാണ്. നമ്മൾ ചൂസ് ചെയ്ത ആക്സിസ് മുകളിലേക്കാണ് നമ്മൾ പറഞ്ഞു. Z ആക്സിസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡയറക്ഷൻ എപ്പോഴും മുകളിലേക്കല്ലേ. ഇത് പോസിറ്റീവ് Z ആക്സിസ്, ഫോഴ്സ് അടിയിലേക്കാണ്. നമുക്ക് F -mg എന്ന് എഴുതാം. എന്തുകൊണ്ട് ഈ മൈനസ് സൈന്? പോസിറ്റീവ് ഡയറക്ഷൻ അല്ല, നെഗറ്റീവ് ഡയറക്ഷനാണ് ഈ ഫോഴ്സ് ഉള്ളത്, അതുകൊണ്ടാണ് നെഗറ്റീവ് സൈന്. ഇനി നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്, തന്നിട്ടുണ്ട്. എന്താണ് ഇനീഷ്യൽ കണ്ടീഷൻ? Z=Z0 ആൻഡ് V=V0. അങ്ങനെ പറഞ്ഞാൽ Z0 ആവുന്ന സമയത്ത് V=V0 ആണെന്ന് ഇനീഷ്യൽ കണ്ടീഷൻ. ഇനി നമുക്ക് നമ്മുടെ ഫോർമുല ഉപയോഗിക്കാം. ഈ സമയത്ത് ഇവിടെ എന്താണ്? F=mg. F=mg -mg ആണ്. ഇതൊരു കോൺസ്റ്റൻ്റ് അല്ലേ? ഇവിടെ ഇപ്പോൾ ഏത് ഫോർമുല ഉപയോഗിക്കുക? ഏതാ ഉപയോഗിക്കുക? f(t)യുടെ എടുക്കണോ f(x)ൻ്റെ എടുക്കണോ? എന്താണ്, ഏതാ എടുക്കേണ്ടത്?
രണ്ടെടുത്താലും കുഴപ്പമില്ല. കാരണം എന്താ, ഇത് കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ ഇതെടുത്താലും കുഴപ്പമില്ല, ഇതെടുത്താലും ശരിയാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് എടുക്കണില്ല. നമ്മൾ f(x) നമ്മുടെ ഡെയിലി ലൈഫിൽ കൂടുതലുള്ളത് എന്താണ്, എക്സിൻ്റെ ഫംഗ്ഷനായിട്ടാണ് ഫോഴ്സ് ഉള്ളത്. നമ്മൾ പറഞ്ഞല്ലോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതുപോലെ കൂളോംബിക് ഫോഴ്സ്, അതുപോലെ സ്പ്രിംഗ് ഫോഴ്സ് എല്ലാം എന്താണ്, മിക്കവാറും ഫോഴ്സുകളൊക്കെ എന്താണ്, എക്സിൻ്റെ പൊസിഷൻ്റെ ഫംഗ്ഷനാണ്. അതുകൊണ്ട് ആ പൊസിഷൻ ഫംഗ്ഷനുള്ള ഇൻ്റഗ്രേഷന് മാത്രമേ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ ഫോർമുല മാത്രം നമ്മൾ എഴുതുക. എന്ത്, f(x) dx ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം വി സീറോ സ്ക്വയർ. ഓക്കെ, ഇത് നമ്മൾ വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഇത് വെച്ച് ചെയ്യാം. പക്ഷെ നമുക്ക് ഇനി കൂടുതൽ നമ്മൾ പ്രോബ്ലം ചെയ്യൽ ഇതിലായിരിക്കും. അപ്പോൾ പിന്നെ ഇത് ചെയ്താൽ ഒന്നും കൂടി നമുക്ക് എന്തായാലും എക്സ്പീരിയൻസ് ആവും. അതുകൊണ്ട് നമ്മൾ ഈ മെത്തേഡ് ചൂസ് ചെയ്യുന്നു. ഈ ചാപ്റ്റർ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഫോഴ്സ് എക്സിൻ്റെ ഫംഗ്ഷനായ പ്രോബ്ലങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഇത് നമ്മൾ ഡീൽ ചെയ്യുന്നു. നമ്മളെ ഫോഴ്സിനെ ഇവിടെ കൊടുത്തു നോക്കാം. മൈനസ് എം ജി ഡി എക്സ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം വി സീറോ സ്ക്വയർ. ഇവിടെ എന്താ ലിമിറ്റ്, z0 ടു z. ഇവിടെ z, ഇവിടെ ഞാൻ നമ്മളെ പ്രോബ്ലത്തിൽ z ആണല്ലോ, അപ്പോൾ എക്സിന് പകരം z എന്ന് എടുക്കുകയാണ്. രണ്ടെടുത്താലും ശരിയാണ്, എക്സ് എന്ന് കൊടുത്താലൊക്കെ ശരി തന്നെ. പക്ഷേ നമ്മുടെ ഹൈറ്റാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ മോഷൻ ആണെങ്കിൽ നമുക്ക് എക്സ് എന്ന് കൊടുക്കുകയായിരുന്നു. വെർട്ടിക്കൽ ആയതുകൊണ്ട് നമ്മൾ z എന്നുള്ള ലെറ്ററാണ് കോമൺ ആയിട്ട് കൊടുക്കുക. അപ്പോൾ മൈനസ് എം ജി കോൺസ്റ്റൻ്റ്, എം കോൺസ്റ്റൻ്റ് ആണ്, ജി കോൺസ്റ്റൻ്റ് ആണ്. പുറത്തെടുക്കുക. ഡി സെഡ് z0 ടു z ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം വി സീറോ സ്ക്വയർ മൈനസ് എം ജി z0 ടു z ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം വി സീറോ സ്ക്വയർ മൈനസ് എം ജി ഇൻറ്റു z മൈനസ് z0 ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം വി സീറോ സ്ക്വയർ. ഇവിടെ എല്ലായിടത്തും എം കോമണാണ്, വെട്ടാം, ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെന്താ വരിക, ഈ ഹാഫിനെ ഈ സൈഡിൽ കൊണ്ടായാലും എന്താ സംഭവിക്കുക, മൈനസ് അതിനെക്കാട്ടി നല്ലത് എന്ത് ചെയ്തു, ഈ ജിയെ മൈനസ് ജിയെ ഈ ഭാഗത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്താ സംഭവിക്കുക, z മൈനസ് z0 ഈക്വൽ ടു 1 മൈനസ് ജി. ഇവിടെ മൈനസ് ജി മേലല്ലേ, അപ്പോൾ അങ്ങനെ ആവും 1/2 ഇൻറ്റു വി സ്ക്വയർ മൈനസ് 1/2 വി സീറോ സ്ക്വയർ. എം പോയിക്കണ്, ഓൾറെഡി എം ക്യാൻസൽ ചെയ്യണം. ഈ മൈനസിനെയും ജിയെ എല്ലാം ഉള്ളിലേക്ക് എടുത്തു, റീഅറേഞ്ച് ചെയ്താൽ എന്താവും, 1/2 ജി വി സീറോ സ്ക്വയർ മൈനസ് വി സ്ക്വയർ. എന്തുകൊണ്ടാണ് വി സീറോ ആദ്യം ആയത്, ഈ മൈനസിൻ്റെ ഉള്ളിലേക്ക് എടുത്തു. അപ്പോൾ പിന്നെ ഈ സൈൻ റിവേഴ്സ് ആവും, എല്ലാ പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, z മൈനസ് z0 ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. ബൈ 2g ഇങ്ങനെ കിട്ടിയില്ല. നമ്മുടെ ഫൈനലായിട്ടുള്ള ആൻസർ ഇങ്ങനെ കിട്ടും. z മൈനസ് z0 ഈക്വൽ ടു v0 സ്ക്വയർ മൈനസ് വി സ്ക്വയർ ബൈ 2g. നമ്മുടെ ചോദ്യം എന്താ, ഫൈൻഡ് ദ, ചോദ്യത്തിൽ എന്താ പറഞ്ഞത്, ഫൈൻഡ് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കറിയാം മാക്സിമം ഹൈറ്റിലുള്ള കണ്ടീഷൻ എന്താ, ഇത് സ്റ്റോണാണ് നിൽക്കുക, എറിഞ്ഞ സമയത്ത് v0. പിന്നെ ഓരോ മൊമെൻറ്റ് കഴിയുമ്പോൾ വേഗത കുറഞ്ഞൊരു മാക്സിമം പോയിന്റിലെത്തിയാൽ വേഗത എന്തായി മാറും, 0 ആയി മാറും.
ആ 0 ആയാൽ പിന്നെ അതവിടെ തിരിച്ചു തരാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ മാക്സിമം ഹൈറ്റിൽ എന്താ v = 0 ആണ്. അത് നമ്മൾ നമ്മുടെ ഈ ലിമിറ്റ് നമ്മുടെ ഇതിൽ കൊടുത്തു നോക്കുക ആ കണ്ടീഷന്. അതായത് z - z0 = v02 മൈനസ് v = 0. മറ്റ് മാക്സിമം ആയിട്ട് v = 0 ആണ്. നമ്മളിവിടെ കൊടുക്കുമ്പോൾ v02 മൈനസ് 0² / 2g, അതായത് z - z0 = v02 / 2g. അതായത് z = z0 പ്ലസ് v02 / 2g. ഒരു പച്ചയെങ്കിൽ എഴുതുകയാണെങ്കിൽ z = z0 പ്ലസ് v02 / 2g. ഇതാണ് മാക്സിമം ഹൈറ്റ് അച്ചീവ്ഡ് ബൈ ദ സ്റ്റോൺ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോബ്ലത്തിന് ആൻസറായി. ഇനിയിപ്പോൾ വേണമെന്നുള്ളവർക്ക്, അത്ര ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞു ഫോഴ്സ് ടൈമിൻ്റെ ഫങ്ഷൻ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ കൊടുക്കാമെന്ന്. അതായത് F = -mg = mdv/dt. അതിൽ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും, കുറച്ച് അധികം ചെയ്യണം ഈ ഒരു എക്സ്പ്രഷൻ കിട്ടണമെങ്കിൽ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഡയറക്റ്റായിട്ട് വെട്ടും. പിന്നെന്താ വരിക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ -gt = v - v0 എന്ന് വരിക. അതായത് v = v0 - gt. ഇതെല്ലാവർക്കും അറിയുന്ന ഫോർമുലയാണ്. ഇതേതാ ഫോർമുല? നമുക്കറിയാം, ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താ, നിങ്ങളെല്ലാവരും +2 ലെവലിൽ പഠിച്ചതാണ്. v = u + at. അതാണിത്. എന്ന് പറഞ്ഞാൽ ഇവിടെ റിട്ടാർഡേഷൻ ആണ്, അതായത് -g. u എന്ന് പറഞ്ഞാൽ v0 ആണ്. ഇവിടെ കൊടുക്കുമ്പോൾ ഇത് കിട്ടും. ഒന്നും കൂടി ഇനി എന്ത് ചെയ്യുക, v = dx/dt ആണ്. v0 - dt. ഇനി എന്താ ചെയ്യുക, dz ഇട്ട് അവിടെ നമ്മൾ z ആണ്. v0 - gt dt എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ട് ഭാഗം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇത് ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് റീഅറേഞ്ച് ഒക്കെ ചെയ്ത് ടിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുത്താൽ ഇതേ ഫോർമുല കിട്ടും. നമുക്ക് മേലെ കിട്ടിയ z - z0 = v02 - v²/2g ഇതിലേക്ക് തന്നെ എത്തിച്ചേരും. അപ്പോൾ നമ്മൾ ഈ മെത്തേഡ് ഈ രണ്ടാമത് പറഞ്ഞതിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ ഈ മെത്തേഡ് ചെയ്യണില്ല. കാരണം എന്താ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ബന്ധപ്പെടുന്നത് പൊസിഷൻ്റെ ഫങ്ഷനായ ഫോഴ്സുകൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ കേസിൽ ഈ ഇക്വേഷൻ മാത്രമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മറ്റേത് സാധാരണഗതിയിൽ നമ്മൾ ബന്ധപ്പെടുന്നില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂളംബിക് ഫോഴ്സും ഒക്കെ ഈ f(x)ൻ്റെ ഫംഗ്ഷനായിട്ടാണുള്ളത്, പൊസിഷൻ്റെ ഫംഗ്ഷൻ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.